ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ പ്രശാന്ത്, എങ്ങനെയാണ് ഈ കോടതി ഉത്തരവിനെ ഇടപെടലിനെ നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പെർമിഷൻ സുപ്രീം കോടതി വീണ്ടും ശരിവച്ചിരിക്കുന്നു. സന്തോഷകരമാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. കാരണം ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. ആ വികസനത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അതിന് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശബരിമലയുടെ വികസനം സാധ്യമാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവരും, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും വീണ്ടും ഞങ്ങളോടൊപ്പം ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കണം എന്ന് മാത്രമാണ് വിനയപൂർവ്വമായ അഭ്യർത്ഥനയുള്ളത്. അല്ല, ഇതിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ഉപാധികൾ അത് കർശനമായി തന്നെ പാലിക്കണമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരമുള്ള നടപടികളാണോ ഇപ്പോൾ അവിടെ നടന്നു വരുന്നത്? അത് തന്നെയാണല്ലോ. ഇപ്പൊ അതിലെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ഇപ്പോ അവിടെ വരുന്ന സന്ദർശകർക്ക് ഒരു തടസ്സവും വരുത്തരുത്. അവിടെ അവിടുത്തെ പരിസ്ഥിതിയും അവിടുത്തെ പമ്പ നദിയുടെ സംരക്ഷണവും ഒക്കെ കൂടിയാണല്ലോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ 45 ദിവസത്തിനുള്ളിൽ ഇത് നമ്മുടെ കണക്കുകളെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ട് സംബന്ധിച്ച് ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ചെയ്യാൻ കാര്യങ്ങളാണ്. അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾക്ക്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ്. ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്, ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം. കാരണം ശബരിമല എന്ന് പറയുന്നത് കേവലം ശബരിമലയുടെ വികസനം മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1200 ക്ഷേത്രങ്ങളുടെ വികസനം കൂടിയാണ്. അവിടെയാണ് നമ്മൾ ശബരിമലയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു ചോദിച്ചാൽ അതിന്റെ ഉത്തരവെന്ന് പറയുന്നത് ശബരിമലയുടെ വികസനം മാത്രമല്ല, തിരുവിതാംകൂർ ബോർഡിന് കീഴിലുള്ള 1200 ക്ഷേത്രങ്ങളുടെ വികസനം കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾക്ക് പിന്തുണ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ. പക്ഷേ ശ്രീ PS പ്രശാന്ത്, ഇവിടെ നോക്കൂ, ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ കൂടി ഈ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ ആ ലെവലിലേക്ക് പോകരുതേ. കാരണം ഇതിനെ ഇപ്പൊ ബഹുമാനപ്പെട്ട കൂടി ഞങ്ങൾക്ക് ഈ അനുവാദം തന്നിരിക്കുന്നതുകൊണ്ട് ഇത് നന്നായി നടത്തുവാൻ നിങ്ങളുടെ കൂടി എല്ലാവരുടെയും ഇപ്പം മാധ്യമങ്ങളുടെയൊക്കെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമം ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിയത്. അതുപോലെ ഒരു വലിയ പിന്തുണ നൽകി ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കണമെന്നാണ് വിനയപൂർവ്വമായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ പമ്പയിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി നാളെ പമ്പ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവിടെ 10 മാധ്യമപ്രതിനിധികളെ കാണുന്നുണ്ട്. എല്ലാവിധ കാര്യം ഞങ്ങൾ ഒരുക്കം മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വമായി. നന്ദി, നമസ്കാരം.